ഹലോ ഗായ്സ്, ഇത് പാൽപ്പാടയാണ് കേട്ടോ. ഞാൻ ഓരോ ദിവസവും കാച്ചുന്ന പാലിൽ നിന്നും മാറ്റി വയ്ക്കുന്ന പാൽപ്പാടയാണ്. നമുക്ക് കാശ് മുടക്കില്ലാണ്ട് എങ്ങനെ നല്ല നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാട എന്ന് പറയുന്നത്. ആ ഒരു പാത്രം നിറയുന്ന വരെയൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. അത് കളക്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമുക്ക് ഈ ചൂട് കാലാവസ്ഥയാണെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം, തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട ഇട്ടതിന് ശേഷം ആ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം വേർതിരിച്ച് കിട്ടുന്ന വെണ്ണയാണ് നിങ്ങളീ കാണുന്നത്. ഈ വെണ്ണ നിങ്ങൾക്ക് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്തിനാണോ വെണ്ണ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് മാറ്റി വെക്കാം. പക്ഷേ ഞാൻ വെണ്ണ അധികം കഴിക്കാറില്ല, ഞാൻ ഗീ ആണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് ഈ പാൽപ്പാട വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ബട്ടർ വേർതിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പാനിലേക്ക് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഒരു എക്സ്ട്രാ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളം അങ്ങ് ഒന്ന് ചരിച്ച് ഒഴിച്ച് കളഞ്ഞേക്കാം. അതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഈ വെണ്ണ നമ്മൾ ഉരുക്കിയെടുക്കുക. അപ്പം ഇതിനകത്ത് ഒരു അത്യാവശ്യത്തിൽ കൂടുതൽ വെണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2 പാത്രത്തിലേക്ക് എനിക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. കാരണം ഇത് തിളച്ചങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉണ്ടാക്കിയത് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 2 പാത്രത്തിലേക്ക് 2 പാനിലേക്ക് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. കണ്ടോ, അതിങ്ങനെ ഉരുകി ഒരു ഗോൾഡൻ കളറിൽ വരുന്നത്, അതാണ് ശരിക്കും നെയ്യ് വരുന്നത് കേട്ടോ. ആ നെയ്യ് ഇങ്ങനെ ആ വെണ്ണയിൽ നിന്നും ഉരുകി വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു ഏകദേശം ഒരു പാല് കാച്ചുന്ന പോലെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുകി വരുമ്പോൾ നമ്മളിങ്ങനെ രണ്ടും ഇളക്കി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഞാനിങ്ങനെ നല്ല രീതിയിൽ 2 പാത്രത്തിലുള്ളത് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും മാറാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഈ തൈര് പോലെയും അല്ലെങ്കിൽ ഈ പാലിൻ്റെ പാടയൊക്കെ ഒരു എക്സ്ട്രാ ഇങ്ങനെ കട്ടിക്ക് അടിയുന്ന കാണാൻ പറ്റും. ആ ഒരു അടിയുന്നത് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടേ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് ആരും മറക്കരുത്, കാരണം അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നതാണ് ശരിക്കുള്ള നെയ്യ് കേട്ടോ. നല്ല മണമാണ്, അടിപൊളി മണമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് ഗീ ഒന്നും മേടിക്കത്തില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ്. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ പൂജാമുറിയിലേക്കും കുറച്ചത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.